ആഗോള പ്രതിസന്ധി തുടരുന്നതിനിടെ രാജ്യത്തെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൗരന്മാർക്ക് മാർഗനിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രകളും ആഡംബരത്തിനായി സ്വർണം വാങ്ങിക്കൂട്ടുന്നതും അവസാനിപ്പിക്കണമെന്നും സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരത്തിന് മുൻഗണന നൽകണമെന്നുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം എണ്ണ വിതരണം തടസ്സപ്പെടുകയും ആഗോളതലത്തിൽ വില വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശം. സ്വർണം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ത്യക്കാർ. വിവാഹം, കുഞ്ഞു ജനിക്കുമ്പോൾ, അക്ഷയതൃതീയ തുടങ്ങിയ ഓരോ പ്രത്യേക ദിവസങ്ങളിലും ഇന്ത്യക്കാർ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നു. ലോകത്ത് തന്നെ ഏറ്റവും അധികം സ്വർണം വാങ്ങുന്നവരുടെ പട്ടികയിൽ ഇന്ത്യ മുന്നിലുണ്ട്. ആഗോള സ്വർണ്ണ ആവശ്യകതയുടെ ഏകദേശം 25% ഇന്ത്യയുടേതാണ്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥനയുമായി എത്തിയത്. അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇറക്കുമതി തീരുവ 15% വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ്. ഇന്നലെ 1,12,920 രൂപയായിരുന്ന ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില ഒറ്റയടിക്ക് 1,23,120 രൂപയായി ഉയർന്നിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് 22 ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് 10,200 രൂപയാണ് വർദ്ധിച്ചത്. ഗ്രാമിന് 1,275 രൂപയും കൂടി. ഈ മാസത്തെ ഏറ്റവും വലിയ സ്വർണ്ണവിലയാണിത്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില രേഖപ്പെടുത്തിയത് മെയ് 5-നായിരുന്നു, 1,09,400. വെള്ളിയുടെ വിലയും വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 1 ഗ്രാം വെള്ളിക്ക് 320 രൂപയും 10 ഗ്രാം വെള്ളിക്ക് 3,200 രൂപയിലുമാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത്. എന്നാൽ ജനങ്ങൾ സ്വർണം വാങ്ങുന്നത് അവസാനിപ്പിച്ചാൽ ആഗോള സ്വർണ്ണ വിപണിയിലും ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയിലും എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പരിശോധിക്കാം. നമസ്കാരം, ഞാൻ ആരതി. എന്തുകൊണ്ട് സ്വർണം വാങ്ങരുതെന്ന് പറയുന്നു? ദീർഘകാലമായി നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ഭാഗമായാണ് ചില ചെലവ് ചുരുക്കൽ നടപടികൾ പാലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടത്. ആഗോള പ്രതിസന്ധി സമയത്ത് രാജ്യത്ത് സ്വർണ്ണ ഇറക്കുമതി ചെയ്യുന്നത് രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് മോദി പറയുന്നത്. അതിനാലാണ് കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. മോദി പറഞ്ഞത് തെറ്റല്ലെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ സ്വർണം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. 2025-26 സ്വർണ്ണ ഇറക്കുമതി 24% ഉയർന്ന് $71.98 ബില്യൺ ഡോളറിലെത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2022-23 $35 ബില്യൺ നിന്ന് ഏകദേശം ഇരട്ടിയായത്. 2023-24 ഇറക്കുമതി ബിൽ $45.54 ബില്യൺ ആയിരുന്നു. വെറും 2 വർഷം കൊണ്ടാണ് ഈ വലിയ മാറ്റം. 2025-26 $775 ബില്യൺ മൊത്ത ഇറക്കുമതിക്കായി ചിലവാക്കിയത്. ഇതിൽ $71.98 ബില്യൺ സ്വർണം വാങ്ങി, $134.7 ബില്യൺ ക്രൂഡ് ഓയിലും വാങ്ങി. മൊത്തം ഇറക്കുമതി ബില്ലിന്റെ ഏകദേശം 10% സ്വർണമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഇന്ത്യക്കാർ സ്വർണം വാങ്ങുന്നത് കുറച്ചാൽ ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലും ഗണ്യമായി കുറയും. ഇത് ഇന്ത്യയുടെ വിദേശ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഡേറ്റ വ്യക്തമാക്കുന്നു. മോദിയുടെ നിർദ്ദേശം പാലിച്ചാൽ ഇന്ത്യക്കാർക്ക് വളരെയധികം നേട്ടമുണ്ടാകുമെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഇത് രൂപയുടെ മൂല്യം ശക്തിപ്പെടുത്താനും സഹായിക്കും. മാത്രമല്ല, സ്വർണം ഇറക്കുമതിക്കായി ഉപയോഗിക്കുന്ന പണം പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ചെലവേറിയ ക്രൂഡ് ഓയിൽ പോലുള്ള അവശ്യ ഊർജ്ജ ഇറക്കുമതികൾക്കായി ഉപയോഗിക്കാം. സ്വർണം ഉപഭോഗം 10% കുറച്ചാലും അത് ഇന്ത്യക്ക് $7.2 ബില്യൺ ലാഭമായിരിക്കും നൽകുക. ഇന്ത്യക്കാർ മോദിയുടെ നിർദ്ദേശം പാലിച്ചാൽ അത് ആഗോള സ്വർണ്ണവിലയെയും ബാധിക്കും. കാരണം ലോകത്ത് സ്വർണം ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇത് ആഗോള വിലയിൽ കുറവുണ്ടാക്കിയേക്കും. എന്നിരുന്നാലും ആഭ്യന്തര സ്വർണ്ണവില ഉയർന്ന നിലയിൽ തന്നെ തുടരാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. രാജ്യത്ത് ഇറക്കുമതി കുറയുന്നതോടെ ആവശ്യക്കാർ കൂടുമെന്നതാണ് ഇതിന് കാരണം. മോദിയുടെ പ്രഖ്യാപനം ദീർഘകാലാടിസ്ഥാനത്തിൽ പാലിച്ചാൽ അത് പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആഭരണ വ്യവസായികൾ പറയുന്നത്. ഇനി സ്വർണത്തിന് പുറമെ പശ്ചിമേഷ്യയിലെ സംഘർഷം ലോകത്തെ മുഴുവൻ ഊർജ്ജ പ്രതിസന്ധിയുടെ മുനമ്പിലാണ് എത്തിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയെ ഇത് രൂക്ഷമായി ബാധിക്കുമെന്ന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം എന്ന നിലയിലാണ് അത് ആദ്യം സാധാരണ ജനങ്ങളെ ബാധിച്ചത്. പണം നൽകിയാലും സിലിണ്ടർ കിട്ടാനില്ലാത്ത സ്ഥിതി പൂർണ്ണമായും ഇപ്പോഴും മാറിയിട്ടില്ല. ഇതിനിടെ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തു. സിലിണ്ടർ ക്ഷാമവും വിലവർധനയും പല ചെറുകിട ഹോട്ടലുകളും ടീ സ്റ്റോളുകളും മറ്റും അടച്ചുപൂട്ടാനും ഇടയാക്കി.
അവശ്യ സാധനങ്ങളുടെയും ഹോട്ടൽ ഭക്ഷണത്തിന്റെയും ഒക്കെ വിലവർധന സാധാരണക്കാരന്റെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. ഇനി പെട്രോളിനും ഡീസലിനും കൂടി വില ഉയർന്നാൽ കുറഞ്ഞ വരുമാനക്കാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെയാകും. പെട്രോൾ, ഡീസൽ, പാചക എണ്ണ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക, അനിവാര്യമല്ലാത്ത വിദേശ യാത്രകളും സ്വർണം വാങ്ങലും ഒഴിവാക്കുക, കർഷകർ രാസവള ഉപയോഗം പരമാവധി കുറയ്ക്കുക, കൃഷിയിൽ ഡീസൽ ജനറേറ്ററുകൾക്ക് പകരം സോളാർ പമ്പുകൾ ഉപയോഗിക്കുക, പൊതുഗതാഗത സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തുക, കോവിഡ് കാലത്തെ വർക്ക് ഫ്രം ഹോം വീണ്ടും സ്വീകരിക്കുക തുടങ്ങിയ ആഹ്വാനങ്ങളാണ് പ്രധാനമന്ത്രി ഹൈദരാബാദിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കവേ മുന്നോട്ട് വച്ചത്. ഇത് രാജ്യത്തൊട്ടാകെ വലിയ ആശങ്കയ്ക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇന്ത്യ വലിയ ഊർജ്ജ പ്രതിസന്ധിയിൽ ആയതിനാലാണ് പ്രധാനമന്ത്രി ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചതെന്ന വിമർശനം പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയതിനെ തുടർന്ന് നിലവിൽ എണ്ണ, LPG ക്ഷാമം ഇല്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മോദിയുടെ പ്രഖ്യാപനം കടുത്ത ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് വരാൻ പോകുന്ന സാഹചര്യമെന്ന് കാത്തിരുന്ന് കാണാം.